നമസ്തേ. ജ്ഞാനപീഠ അവാർഡ് ജേതാവായ പ്രതിഭ റായിയുടെ ശിലാപത്മം എന്ന നോവലിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ അടിസ്ഥാനമാക്കി ആണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. 1985 കാലഘട്ടത്തിലാണ് ഈ നോവൽ എഴുതിയതെങ്കിലും ഇന്നും ആസ്വാദനക്ഷമതയ്ക്ക് അത് യാതൊരു ഭംഗവും വരുത്തുന്നില്ല എന്നതാണ് വാസ്തവം. ചരിത്രത്തെയും ശില്പകലയെയും ഒരു നോവലിലേക്ക് എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ നോവൽ. മലയാളത്തിൽ ചരിത്രത്തിൻ്റെ സാധ്യതകളെ നോവലുകളിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. അതിൻ്റെ ഒരു കുറവ് പരിഹരിക്കാനായിരിക്കണം ഒറിയ ഭാഷയിൽ എഴുതപ്പെട്ട ഈ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭാരതീയ ശില്പകലയെയും ഭാരതീയ ചരിത്രത്തെയും ഏറ്റവും അടുത്ത് അറിയാൻ ശ്രമിക്കുന്ന ചാൾസ് എന്ന ഒരു ഗവേഷക വിദ്യാർത്ഥിയിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ലോകാത്ഭുതം എന്നറിയപ്പെടുന്ന താജ്മഹൽ ഉണ്ടാക്കിയ ഷാജഹാനെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശില്പികളെക്കുറിച്ചും അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും നമുക്കറിയാം. എന്നാൽ ഭാരതീയ ശില്പകലയുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ത്യാഗത്തിൻ്റെ പ്രതീകമെന്നറിയപ്പെടുന്ന ബ്ലാക്ക് പഗോഡ എന്നും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത കവിത എന്നും അറിയപ്പെടുന്ന കൊണാർക്കിനെക്കുറിച്ച്, അത് ഉണ്ടാക്കിയ രാജാവിനെക്കുറിച്ചും അതുണ്ടാക്കിയ കാലഘട്ടത്തെക്കുറിച്ചും നമുക്ക് കൂടുതലൊന്നും അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം. 1200 ശില്പികൾ 12 വർഷക്കാലം കൊണ്ട് പടുത്തുയർത്തിയ മഹാസൗധം, അതിലുള്ള ഓരോ ശില്പവിദ്യയും അത് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്കാണ് ഈ നോവലിസ്റ്റ് നമ്മെ നയിക്കുന്നത്. ഈ ഗവേഷക വിദ്യാർത്ഥിയായ ചാൾസ് എന്ന യുവാവ് ഇന്ത്യയിലേക്ക് എത്തിയത് ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കുറച്ചുകാലം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നൊരു വൈകാരിക ബന്ധത്തിൽ മാത്രമാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്. മാതാപിതാക്കൾ വേർപെട്ട അദ്ദേഹം കൊണാർക്കിൽ എത്തിപ്പെടുന്നു. ഒരു ചാറ്റൽ മഴയുള്ള ദിവസമാണ് അദ്ദേഹം വന്നത്. അന്ന് കൊണാർക്കിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധയായ യാചകിയെ പോലെയുള്ള ഒരു മാതാവ് ഈ ചാൾസിനോട് പറയുന്നു, മകനെ, മഴ നനയണ്ട. ഈ മകനെ എന്നുള്ള വിളി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഭാരതീയമായ കുടുംബ ബന്ധങ്ങളും ശില്പകലയും പാശ്ചാത്യവും ആധുനികവുമായ ഒരു സമൂഹത്തിനോട് എങ്ങനെ സംവദിക്കുന്നു എന്നതുകൂടി നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ കുശഭദ്രയുമായി ഈ ചാൾസിനുണ്ടാകുന്ന ഈ മാതൃപുത്രബന്ധം വികസിക്കുകയും അങ്ങനെ ഈ മരണസമയത്ത് കുശഭദ്ര വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി ചാൾസിനെ ഏൽപ്പിക്കുകയുമാണ്. അതിൽ നിന്നാണ് ഈ നോവൽ
വികസിക്കുന്നത്. ആ പെട്ടിയിലുണ്ടായിരുന്നത് കൊണാർക്കിൻ്റെ ഒരു കഥയായിരുന്നു. കഥയ്ക്കുള്ളിലെ മറ്റൊരു കഥയായി ഇത് മുന്നോട്ട്. ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്ന സമയത്ത് അന്നത്തെ സാമൂഹിക സാമ്പത്തികമായ ചുറ്റുപാടുകൾ എന്തൊക്കെയായിരിക്കും? നരസിംഹദേവൻ എന്ന രാജാവാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ കലിംഗ എന്ന് പറയുന്ന ഉത്കൽ പ്രദേശത്താണ് അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ബംഗാളിലെയും മറ്റ് മുഗൾ ചക്രവർത്തിമാരുടെയും ഒക്കെ ആക്രമണങ്ങൾ കൊണ്ട് വളരെ രൂക്ഷമായിരുന്നു. ഒരേ സമയം യുദ്ധത്തിലേർപ്പെടുകയും മറുവശത്ത് ഈ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് അവരുടെ സ്നേഹം പിടിച്ചുപറ്റിക്കൊണ്ട് രാജാവിനെ എല്ലാ രീതിയിലും അകമഴിഞ്ഞ് സഹായിക്കുന്ന ആ ശില്പികളുടെയും മറ്റു ജനങ്ങളുടെയും ആ ശില്പികളുടെ കുടുംബത്തിൻ്റെയും കഥയാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ശില്പവും ഉണ്ടാകുന്നത് ശില്പിയുടെ മാനസികാവസ്ഥയിൽ നിന്നാണ്. 12 വർഷം വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് ഈ ശില്പവിദ്യയിൽ ഏർപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വേദനകൾ, ശില്പികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കൊണാർക്കിലെ ശില്പങ്ങളെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ അശ്ലീലമെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് ഈ നോവൽ നമ്മളോട് സംവദിക്കുന്നു. മനസ്സിൻ്റെ പവിത്രീകരണത്തിന് അപ്പുറത്തും അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ രാജാവിന് ഒക്കെ അനുഭവപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ, യുദ്ധത്തിൽ സഹായിച്ച ആന, വിവിധതരം ദേവദാസികളുടെ നൃത്തങ്ങൾ, അത്തരം കാഴ്ചകളൊക്കെ ഇതിൽ കൊത്തിയിരിക്കുന്നു. ഓരോ ശില്പിയും ശില്പത്തെക്കുറിച്ച് മാത്രമല്ല മറ്റ് കാര്യങ്ങളെക്കുറിച്ചും എത്രമാത്രം ബോധവാനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിനപ്പുറത്ത് ഓരോ ശില്പവും വാർന്നു വീഴുന്നത് അതിന് ചില നിയതമായ മാതൃകകളുണ്ട്. ആ മാതൃകകൾ എവിടെ നിന്നായിരിക്കാം ഈ ശില്പികൾക്ക് ലഭിച്ചത് എന്നും നോവലിസ്റ്റ് അന്വേഷിക്കുന്നു. കുശഭദ്രയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഗ്രന്ഥത്തിൽ ഇതെല്ലാം വിശദമായി ഉണ്ടായിരുന്നു. വിഷ്ണു മഹാറാണ എന്ന അദ്ദേഹമാണ് ഈ കഥകൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. കമൽ മഹാറാണ എന്ന ശില്പിയും അദ്ദേഹത്തിൻ്റെ വധുവായ ചന്ദ്രഭാഗയും വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ, വിവാഹം കഴിഞ്ഞിട്ടില്ല, കഴിയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വീട് വിട്ട് പോകേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വധുവിനെ പറ്റിയുള്ള ചിന്തകളും അതിൽ നിന്നായിരിക്കാം ഈ ശില്പങ്ങൾ വന്നതെന്ന് നോവലിസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ശിലാപത്മം എന്ന പേര് തന്നെ, ശിലയും പത്മവും വൈരുദ്ധ്യങ്ങളാണ്. ശില എന്നത് കഠിനവും പത്മമെന്നത് മാർദ്ദവുമാണ്. ശിലാപത്മം എന്ന ആ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത്? കല്ലിൽ താമര വിരിയിച്ചവരുടെ മനസ്സ് കല്ലായി മാറിപ്പോയിരുന്നുവോ? അതാണ് ഈ നോവലിസ്റ്റ് നമ്മോട് ചോദിക്കുന്ന